ലോകത്തുള്ള എല്ലാ മലയാളികളും നാളെ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലായിരിക്കും. അപ്പം ഞാനും എൻ്റെ വീട്ടിലൊരു കുഞ്ഞു വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. വിഷു എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കാർഷിക സമൃദ്ധിയുടെ തുടക്കമായിട്ടാണ് നമ്മൾ മലയാളികൾ ആഘോഷിക്കുന്നത്. അതായത് ഈ വിഷുക്കണിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നാളെ പുലർച്ചെ കണി കണ്ടുണരുന്നതോടുകൂടി ആ ഒരു വർഷം മുഴുവൻ നമുക്ക് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉള്ളതായിട്ട് മാറും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ വിഷുക്കണിയിൽ പഴങ്ങളും പച്ചക്കറികളും പൈസയും കോടിമുണ്ടും നാണയങ്ങളും ഒക്കെ ഒരുക്കി വെക്കുന്നത്. അപ്പം ഞാനും വീട്ടിലുണ്ടായിട്ടുള്ള ചക്കയും മാങ്ങയും തേങ്ങയും മറ്റ് ഫ്രൂട്ട്സും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോടിമുണ്ടും ഒരു വാൽക്കണ്ണാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു കുഞ്ഞുരുളിയിൽ കുറച്ച് മഞ്ചാടിക്കുരുവും നാണയത്തൊട്ടുകളും അരിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വിഷുക്കണി. പിന്നെ വിഷുവിന് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാളാണല്ലോ കണിക്കൊന്ന. കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതും അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉരുളിയിലാണ് ഞാൻ എൻ്റെ വിഷുക്കണി ഒരുക്കിയിട്ടുള്ളത്. എൻ്റെ വീട്ടിലൊരു കുഞ്ഞു കണ്ണൻ്റെ വിഗ്രഹമുണ്ട്, അപ്പോൾ അതും ഞാൻ അതിനകത്ത് നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും വിഷുക്കണിയൊക്കെ ഒരുക്കി നാളെ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമായിരിക്കും. എൻ്റെ വിഷുക്കണി എങ്ങനെയുണ്ട്? അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു.